നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വ്യക്തി മനസ്സുകൊണ്ട് വേദനിച്ച് നിങ്ങളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ വളരെ വിഷമത്തിലാണ്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ എനർജിയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഇവിടെ നമുക്ക് തീർത്തും കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി മനസ്സുകൊണ്ട് വളരെയധികം വേദനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം അസ്വസ്ഥതപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്ക് കാണാം. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ഈ വ്യക്തിക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അത്രയും തടസ്സങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ തടസ്സം നിൽക്കുന്ന ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥകളും ആകാം. ഇത്തരം കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാൻ ഈ വ്യക്തി തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി പല വഴികളും നോക്കുന്നതായും പല രീതിയിലും ശ്രമിക്കുന്നതായും നമുക്ക് കാണാം. ഇവിടെ തീർത്തും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു വായന നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന മറ്റു പലരും ഈ വ്യക്തിക്ക് എതിരായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ കൂടെ അവർ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൻ്റെയോ ദാമ്പത്യ ജീവിതത്തിൻ്റെയോ കാര്യത്തിൽ അത്രയും അധികം പ്രോത്സാഹനം ഉണ്ടാകും, കൂടെ നിൽക്കും എന്ന് പറഞ്ഞവരൊക്കെയും ഈ വ്യക്തിക്ക് എതിരായി നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ അമ്മയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടാകണം. അമ്മ ഒരുപക്ഷെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടാകണം. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ദേഷ്യപ്പെട്ടുകൊണ്ടും ഈ വ്യക്തിയുടെ മെൻ്റൽ ഫ്രസ്ട്രേഷൻ കാരണവും നിങ്ങളുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെട്ടിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഒട്ടും സമാധാനപരമല്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകണം. കാരണം നിങ്ങൾക്ക് അത്രയും വാക്ക് അല്ലെങ്കിൽ സത്യങ്ങൾ ഈ വ്യക്തി തന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാം, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാം, നിങ്ങളെ കല്യാണം കഴിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത്തരം വാഗ്ദാനങ്ങൾ ഈ വ്യക്തിക്ക് പാലിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലും ഈ വ്യക്തി വിഷമിക്കുന്നുണ്ട്. മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നുമുണ്ട്. കാരണം ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ചതികൾ വന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഈ വ്യക്തി അത്രയും വിശ്വസിച്ചിരുന്ന പലവരും ഈ വ്യക്തിക്ക് എതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തീർത്തും നിങ്ങളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ മാത്രമേ സ്വന്തമാക്കുകയുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ടും ഒരുമിച്ച് ജീവിക്കുന്നവരായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഈ വ്യക്തിയുടെ മനസ്സിലാണെങ്കിൽ പോലും നിങ്ങൾക്കുള്ള സ്ഥാനം വലുത് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിലാണെങ്കിലും ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രാധാന്യം അത് വളരെയധികം വിലപ്പെട്ടതാണ്. ഇവിടെ പലതരത്തിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. പലവരും സോൾമേറ്റ് കണക്ഷനായിട്ടും കാണപ്പെടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ വേണ്ടാത്ത ദുഷിച്ച കാര്യങ്ങൾ നീക്കം ചെയ്യാതെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ അധ്വാനിക്കുന്ന വ്യക്തിയാണ്. പറഞ്ഞ വാക്കിനോടും തന്ന സത്യത്തോടും 100% നീതി പുലർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം. അതാണ് നമുക്ക് ഈ പേഴ്സണിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവരെ സമാധാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടോ
ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് അവർക്ക് മുന്നിൽ ആണയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളെ മറക്കുകയാണ്, നിങ്ങളെ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ അത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. സാഹചര്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഈ വ്യക്തി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നാം ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ വ്യക്തിയുടെ ലക്ഷ്യം എന്താണ്, യഥാർത്ഥത്തിൽ നിങ്ങളെ പറ്റിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ. പക്ഷെ അത്തരം സംശയങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ വ്യക്തിക്ക് അറിയാം സാഹചര്യം അനുസരിച്ച് പെരുമാറാനായിട്ട്. പക്ഷെ തടസ്സം നിൽക്കുന്നവർ അതുപോലെ തന്നെ തടസ്സം നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തടസ്സത്തിന് കാരണമായിട്ട് അനാവശ്യമായിട്ടുള്ള കാരണങ്ങൾ നിരത്തി വെക്കുന്നതായും നമുക്കിവിടെ കാണാം. ആ പറയുന്ന കാരണങ്ങളിൽ യാതൊരു തരത്തിലുള്ള സത്യസന്ധതയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിരത്തി വെക്കുന്ന കാരണങ്ങളോട്, നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് തടസ്സങ്ങളായിട്ട് ബന്ധുമിത്രാദികൾ നിരത്തി വെക്കുന്ന ഓരോ കാരണങ്ങളോട് ഈ വ്യക്തി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് തിരിച്ചു പറഞ്ഞും മെല്ലിട്ടും യുദ്ധം ചെയ്തും ആർഗ്യുമെന്റ് ചെയ്തും അങ്ങനെ പല രീതിയിലും ഈ വ്യക്തി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു ബന്ധം അത്ര നല്ല രീതിയിലല്ല, സന്തോഷപരമായിട്ടുള്ള രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെയധികം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഒറ്റപ്പെടലിന്റെ വേദനയാണ് ഏറ്റവും കൂടുതലും നിങ്ങൾ രണ്ടുപേരും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വ്യക്തി ഇപ്പോൾ കുറച്ചധികം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായി നമുക്ക് കാണാം. പക്ഷേ ഈ വ്യക്തിക്ക് തീർത്തും ഒരു ശുദ്ധീകരണമാണ് ആവശ്യം. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം പരിപൂർണമായും ഇല്ലാണ്ടാക്കിയിട്ട് നിങ്ങളും ഈ വ്യക്തി ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുമായിട്ട് കൂടിച്ചേർന്നൊരു നല്ലൊരു മനോഹരമായിട്ടുള്ള ജീവിതമാണ് ഈ വ്യക്തി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും ഈ വ്യക്തി മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് ഒരുപക്ഷെ മാപ്പ് പറയേണ്ട ആവശ്യം ഇല്ല എന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി എന്തെങ്കിലും നിങ്ങളോട് അങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർത്തും അത് ഈ വ്യക്തിയുടെ ഗതികേട് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഗതികേട് കൊണ്ട് മാത്രമാണ് പല രീതിയിലും പെരുമാറേണ്ടി വരുന്നതും, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും നിങ്ങളെ വേണ്ട എന്ന് വെക്കേണ്ടി വരുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അത് ചെയ്തേ പറ്റൂ. അതാണ് ഈ വ്യക്തിയുടെ അവസ്ഥ. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളും കൂടി അത് മനസ്സിലാക്കും എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സ് തുറന്ന് സംസാരിച്ച് ഓരോ കാര്യങ്ങൾക്കും മാപ്പ് പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കാൻ സത്യം പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഈ ഒരു സാഹചര്യത്തിൽ മറ്റാരുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ചുറ്റിനുള്ളവര് എല്ലാവരും തന്നെ ഒറ്റിക്കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആരോടാണ് മനസ്സ് തുറന്ന് പറയാൻ സാധിക്കുക? ആരോടും പറയാൻ പറ്റില്ല. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ഉറക്കമില്ലായ്മ, മാനസിക സംഘർഷം ഇതിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല രീതിയിലും ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമിലും ഈ വ്യക്തി സന്തോഷവാനായിട്ടും സന്തോഷവതിയായിട്ടും നിൽക്കുന്നുണ്ടാകാം. അത് തീർത്തും അഭിനയമായിട്ട് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങളെ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ ഇട്ടിട്ട് ഈ വ്യക്തി സന്തോഷിച്ച് സുഖിച്ച് ജീവിക്കുന്നു എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല സത്യം. കാരണം ഈ വ്യക്തി സിറ്റുവേഷൻ അനുസരിച്ചാണ് പെരുമാറുന്നത്. അതൊരു ബുദ്ധിശാലിയുടെ ലക്ഷണം തന്നെയാണ്. അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സിറ്റുവേഷൻസും നിങ്ങൾക്ക് റീസണേറ്റ് ആവുകയാണെങ്കിൽ തീർത്തും നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പൊ തീർത്തും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്. ഒരിക്കലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ വിധി പോലെ നടക്കട്ടെ, അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചത് എന്താണോ അത് നടക്കട്ടെ എന്നുള്ള മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല ഈ വ്യക്തി. എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ നേടിയെടുക്കേണ്ടത് എന്ന് മനസ്സിൽ വിചാരിച്ചത് അത് ഈ വ്യക്തി നേടിയെടുത്തിരിക്കും. അത് പണ്ട് മുതൽ തൊട്ട് തന്നെ അങ്ങനെ ഒരു പ്രകൃതക്കാരനായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം ലഭിച്ചതിന് ഈ വ്യക്തി വളരെയധികം ദൈവങ്ങളോട് നന്ദി പറയുന്നതായിട്ടും കാണാം. ഒരുപക്ഷെ ഈ വ്യക്തി വളരെയധികം അറിയുന്ന കൂട്ടുകാരോട് പോലും നിങ്ങളെക്കുറിച്ച് വളരെയധികം പുകഴ്ത്തി പറയുകയും അല്ലെങ്കിൽ വളരെ സന്തോഷപൂർവ്വം നിങ്ങളുടെ വിശേഷങ്ങൾ പറയുകയും
പങ്കുവെക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി എന്തുകൊണ്ടും വിചാരിക്കുന്നത്, ഈ വ്യക്തിക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് വിധിച്ചിട്ടുള്ളത്. മറ്റാരുടെയും മുഖം പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ വരികയില്ല. കാരണം ഈ വ്യക്തിയുടെ മനസ്സ് പരിപൂർണമാകുന്നത് നിങ്ങളുടെ സാന്നിധ്യം വരുന്നതോടു കൂടിയാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ. ഈ വ്യക്തി തീർച്ചയായിട്ടും വിഷമത്തിലാണ്. അപ്പോൾ കഴിവതും ഈ വ്യക്തി എങ്ങാനും നിങ്ങളായിട്ട് സംസാരിക്കാൻ വരികയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും വേണം പെരുമാറാൻ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസം വീഡിയോസ് ഇല്ലായിരുന്നു. കുറച്ച് കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു. അതിനാലാണ് വീഡിയോ ഇല്ലാതിരുന്നത്. ദിവസവും വീഡിയോ ഇടാനായി ശ്രമിക്കാം. എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.